ഹായ് ഓൾ ആരും സ്ക്രോൾ ചെയ്യല്ലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിനെ വരെ അഫക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ വിശ്വസിച്ച് ഫോട്ടോസ് ഇടുന്ന പെൺകുട്ടികളാണോ നിങ്ങൾ എങ്കിൽ സ്കിപ്പ് ചെയ്യല്ലേ. എൻ്റെ ഫേസ് നിങ്ങൾക്ക് ആർക്കും ഫെമിലിയർ അല്ല, ഞാൻ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരാളല്ല. അത് മുതലെടുത്തുകൊണ്ട് കുറച്ച് ആൾക്കാർ 3-4 വർഷം മുന്നേ എൻ്റെ പേരിൽ ഒരു ഫേക്ക് ഫേസ്ബുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. എൻ്റെ റിയൽ ഫേസ്ബുക്ക് പ്രൊഫൈൽ എന്ന് പറയുന്നത് സ്വാതി ബാലകൃഷ്ണൻ എന്നുള്ളതാണ്. യൂട്യൂബ് ചാനൽ സ്വാതി സിങ്സ് ആണ്. അതുപോലെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണുള്ളത്, സ്വാതി സിങ്സ്. ഇത് മൂന്നുമാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. വേറൊരു അക്കൗണ്ട് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നില്ല. പക്ഷേ ഈ ഫേക്ക് ഫേസ്ബുക്ക് പ്രൊഫൈലിൻ്റെ നെയിം എന്ന് പറയുന്നത് സ്വാതി ആമി എന്നുള്ളതായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ഈ അക്കൗണ്ട് തിരിച്ചറിഞ്ഞു എന്നറിഞ്ഞപ്പോൾ അവർ പേര് മാറ്റി ആമി ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. ഇനിയും പേര് അവർ ചേഞ്ച് ചെയ്യുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. 3-4 വർഷമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാരുടെ ഇടയിൽ ഒരു ജെന്യൂനിറ്റി ഇതിന് വന്നിട്ടുണ്ട്. കാരണം അപ് ടു ഡേറ്റ് ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്ത് എൻ്റെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്ന ഫോട്ടോസ് എല്ലാം ഇവർ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 3-4 വർഷമായി. അപ്പോൾ ഫേസ്ബുക്കിലെ ആൾക്കാർക്ക് ഇത് വിശ്വാസമായി, അവരെ ഫോളോ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ലേഡിയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. ഒരുപാട് പേര് ഇത് ഇൻവോൾവ് ആയിട്ടുണ്ട്. ഞാൻ ഈ കാര്യം അറിഞ്ഞത് കഴിഞ്ഞ വർഷം 2024 ഒക്ടോബർ 12-നാണ്. അപ്പോൾ അറിഞ്ഞ ഉടൻ തന്നെ, പേഴ്സണലി അറിയുന്ന ആളല്ല, പക്ഷേ എൻ്റെ നാട്ടിലുള്ള ഒരാളാണ് ഇതിനെ അറിയിച്ചത്. ആൾ ഇതേപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇയാൾ പറഞ്ഞപ്പോഴാണ് ഞാനിത് അറിഞ്ഞത്. ട്രേഡിംഗ് എന്ന പേരിൽ ഫ്രണ്ട്ഷിപ്പ് ആൾക്കാരായിട്ട് ക്രിയേറ്റ് ആക്കിയിട്ട് 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് അവർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു UK നമ്പർ ഇതിനു വേണ്ടി അവർ ഹെൽപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കിയിട്ടുള്ളത് തായ്ലൻഡ് വെച്ചിട്ടാണ്. ഞാൻ ഇത് അറിഞ്ഞപ്പോൾ തന്നെ സൈബർ സെല്ലിലും അതുപോലെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്തതാണ്. അപ്പോൾ ആണ് ഈ തായ്ലൻഡിലാണ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുള്ളത് എന്നുള്ള കാര്യം അറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടും ഒന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി കുറേ പ്രോസസ്സ് ഇതിലൂടെ ഉണ്ട്. പക്ഷെ അതുവരെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്വാതി ആമി, ഇപ്പോൾ പേര് ആമി ബാലൻ എന്നാണ്. ആമി ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫേസ്ബുക്ക് ID എല്ലാവരും കയറി ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ ബ്ലോക്ക് ചെയ്യുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഇത് അറിയാവുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. എൻ്റെ ഈ ഫേസ്, ഇതുപോലൊരു ഫേസ് ക്രിയേറ്റ് ചെയ്തിട്ട് ആരെങ്കിലും അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാനല്ല. എനിക്ക് ആകെ 3 അക്കൗണ്ടേ ഉള്ളൂ. ഫേസ്ബുക്കിൽ സ്വാതി ബാലകൃഷ്ണൻ, ഇൻസ്റ്റാഗ്രാമിൽ സ്വാതി സിങ്സ്, യൂട്യൂബിൽ സ്വാതി സിങ്സ്. ഞാൻ എൻ്റെ IDs ഒക്കെ കൊടുക്കാം. ഇതല്ലാണ്ട് വേറെ ആരും ഞാനല്ല. അപ്പം എല്ലാവരും ഇതൊന്ന് ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം. അതുപോലെ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക. ഇതുപോലത്തെ കുറേ തേർഡ് റേറ്റ് ആൾക്കാർ ഉണ്ട്, പെൺകുട്ടികളെ വളരെ രീതിയിൽ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ലേഡി ഇതിന് പിന്നിൽ മെസ്സേജ് അയക്കുന്നത് കൊണ്ട് തന്നെ ആർക്കും ഇത് സംശയം ഉണ്ടായിരുന്നില്ല. കാരണം വോയിസും കാര്യങ്ങളൊക്കെ ഇതിൽ ഓൾറെഡി പറയുന്നുണ്ട്, വോയിസ് മെസ്സേജസ് ഒക്കെ അയക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലീഗലി മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിൽ പോലും എല്ലാവരെയും ഒന്ന് അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യുക, റിപ്പോർട്ട് ചെയ്യുക, ബ്ലോക്ക് ചെയ്യുക, അത്രേ പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.